+1 കൊമേഴ്സ് എടുത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായും കാണണം. കാരണം സാധാരണ +1 കൊമേഴ്സ് എടുത്ത കുട്ടികൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള 5 മിസ്റ്റേക്ക് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം കൊമേഴ്സിൽ വിജയ ശതമാനം 75% താഴെയാണ്. ഒരു ബെഞ്ചിൽ 4 പേരിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ തോക്കുകയാണ്. അപ്പൊ ഇതിന് കാരണം എന്തായിരിക്കും? ഇവർ ഈ ലൈഫിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിരിക്കും. ആ മിസ്റ്റേക്ക് ആണ് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ലൈഫിൽ ഈ കൊമേഴ്സ് കരിയറിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല എന്ന് ഇന്ന് തന്നെ പ്രതിജ്ഞ എടുക്കുക. സോ മിസ്റ്റേക്ക് നമ്പർ 1 പോകാം. ഒന്നാമത്തെ മിസ്റ്റേക്ക്, നിങ്ങൾ ഓർഡർ ഇല്ലാതെ പഠിക്കുക എന്നുള്ളതാണ്. എന്താ സാർ ഓർഡർ? അതായത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ സബ്ജക്റ്റും ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായി പഠിക്കുന്നതാണ്. SSLCയിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റും ഇല്ല മക്കളെ. അക്കൗണ്ടൻസി ആയാലും ബിസിനസ് ആയാലും എക്കണോമിക്സ് ആയാലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയാലും പുതിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നടുക്കുന്നും അല്ലെങ്കിൽ അങ്ങ് എന്തെന്നൊക്കെ ആദ്യമായി പോയി പഠിച്ചാൽ, അതായത് തുടക്കം മുതലേ പഠിക്കാതെ ക്രിസ്മസ് എക്സാമോ അല്ലെങ്കിൽ ആ സമയത്തൊന്ന് സീരിയസ് ആവാൻ നോക്കിയാൽ നടക്കില്ല, ഒന്നും മനസ്സിലാവില്ല. കാരണം അതിന്റെ ബേസ് ഏറ്റവും അടിത്തറ വരുന്നത് 1ാം ചാപ്റ്ററുകളിലൂടെയാണ്. സോ തുടക്കത്തിലേ നിങ്ങൾ പഠിച്ചാലേ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുകളിലേക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ബാക്കിയാണ് +2 ഉള്ളത്. സോ +1 പഠിക്കാതെ +2 പോയാൽ പൊട്ടുന്നല്ല, നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്ക് കുറയും, നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് കിട്ടില്ല. സോ ഗൈസ് പ്ലീസ് ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ് കാണാപ്പാഠം പഠിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് എന്റെ കൂട്ടുകാരടക്കം പണ്ട് കൊമേഴ്സിൽ പഠിക്കുമ്പോഴേ അക്കൗണ്ടൻസിന്റെ എൻട്രീസ് ഒക്കെ കാണാപ്പാഠം പഠിക്കും. പക്ഷെ കാണാപ്പാഠം പഠിച്ചാലുള്ള പ്രശ്നം, ആ കാണാപ്പാഠം പഠിച്ച ക്വസ്റ്റ്യൻ അതേപോലെ പരീക്ഷയ്ക്ക് വരണം. എന്നാൽ അത് അങ്ങനെയുള്ള അല്ല. ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ ഒക്കെ മാറി വരിക. നിങ്ങൾ കാണാപ്പാഠം പഠിച്ചാൽ മാർക്ക് കിട്ടില്ല, നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടില്ല. സോ ഗൈസ്, ലോജിക്കലി പഠിക്കേണ്ട സബ്ജക്റ്റ് ആയ അക്കൗണ്ടൻസി, എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ ലോജിക്കലി തന്നെ പഠിക്കണം. ഇനി ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിലോ ആ തിയറിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന പോലെ ചിന്തിച്ച് തന്നെ അത് പഠിക്കണം. അപ്പോൾ കാണാപ്പാഠം പഠിച്ച മിസ്റ്റേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്കും ലൈഫിൽ മാർക്ക് കുറയും. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് ആണ്, സയൻസ് കുട്ടികൾക്കാണല്ലോ ഒരുപാട് പഠിക്കാനുള്ളത്, ഞങ്ങൾക്ക് കുറവാണല്ലോ എന്ന് വിചാരിച്ച് കൊമേഴ്സ് ഭയങ്കര ഈസി ആണെന്നും പറഞ്ഞ് കൊമേഴ്സ് അങ്ങ് ഉഴപ്പും. അതായത് നമുക്കധികം പഠിക്കാനില്ല അല്ലെങ്കിൽ ഭയങ്കര ഈസി കോൺസെപ്റ്റ് ആണ് എന്ന് വിശ്വസിക്കും. എന്നിട്ട് അവസാന നിമിഷം അയ്യോ അത് മനസ്സിലാവുന്നില്ലല്ലോ, ഇത് മനസ്സിലാവില്ലല്ലോ സാറേ എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. സോ നിങ്ങൾ ശരിക്കും തുടക്കത്തിലല്ലേ ഉള്ളത്? അപ്പൊ ആ കുട്ടികൾക്ക് പറ്റിയ മിസ്റ്റേക്ക് അവസാനം വന്ന് ഇങ്ങനെ ചോദിച്ച് ടെൻഷനായി ഉള്ള മാർക്ക് കൂടി കളയുന്ന ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇപ്പോ സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോ ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കുന്ന മിസ്റ്റേക്ക്, കൊമേഴ്സ് ആണെന്ന് വിചാരിച്ച് ഉഴപ്പുന്ന മിസ്റ്റേക്ക്, അതും എല്ലാ കൊമേഴ്സ് സ്റ്റുഡൻസിനും എസ്പെഷ്യലി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. ഇനി നാലാമത്തെ മിസ്റ്റേക്ക് ആണ്, ഞാൻ പല കൊമേഴ്സ് കുട്ടികളോടും എന്തുകൊണ്ടാ മാർക്ക് കുറഞ്ഞു ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ആൻസർ ആണ്, അവർ ശരിക്കും സ്കൂളിനെയോ അല്ലെങ്കിൽ എജുപോർട്ടിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ എജുപോർട്ടിൽ കൂടുതലായി പഠിക്കാനോ ഒന്നും നോക്കിയില്ല. അവർ ചെയ്യുന്നത് എക്സാം ആകുന്ന സമയത്ത് തലേ ദിവസം ഏതെങ്കിലും ഒരു യൂട്യൂബ് ലൈവിൽ കയറും. അപ്പൊ ശരിക്കും ആ യൂട്യൂബ് ലൈവിലൊക്കെ നമ്മൾ എന്താ പറയുന്നത്, റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്, എക്സാം വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആദ്യമായി വന്നൊരു ചെക്കൻ അതങ്ങ് കാണുകയാണ്, എന്നിട്ട് അതങ്ങ് പഠിച്ചിട്ട് പോവുകയാണ്. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ എന്ത് ചെയ്യാം, മാർക്ക് മേടിക്കാം, അല്ലെങ്കിലോ നല്ല മാർക്ക് കുറയും. സോ ഗൈസ്, കൊമേഴ്സിലെ കുട്ടികൾ എപ്പോഴും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അവസാനം ഒരു ലൈവിൽ മാത്രം അവരുടെ പഠിത്തം അങ്ങ് ഒതുക്കി കളയും. അപ്പം ആ മിസ്റ്റേക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ തുടക്കം മുതലേ ബാച്ചിൽ ജോയിൻ ചെയ്തെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇനി ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്കൂളിൽ പോയി റെഗുലറായി പഠിച്ചു തുടങ്ങുക. ഈ കാര്യങ്ങൾ ചെയ്യുക. ഇനി ലാസ്റ്റ് മിസ്റ്റേക്ക്, 5ാമത്തെ മിസ്റ്റേക്ക് ആണ്, അത് ഞാൻ വരെ കൊമേഴ്സ് പഠിക്കുമ്പോൾ ചെയ്ത മിസ്റ്റേക്കാ. ക്ലാസ്സിൽ എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യില്ല, ഇല്ലെങ്കിൽ ഓണം എക്സാം വരുമ്പോൾ ചില എക്സാം അങ്ങ് സ്കിപ്പ് ചെയ്യും. നമുക്ക് തോന്നുന്ന പോലെയാ, അതായത് ഈ എക്സാം ഒക്കെ എന്ത് വില, കൊല്ലപ്പരീക്ഷയല്ലേ മെയിൻ എക്സാം, ഇങ്ങനെ ചിന്തിക്കും. ഗൈസ്, ശരിക്കും കൊല്ലപ്പരീക്ഷയ്ക്ക് ആണ് അല്ലേ ശരിക്കും ആ മാർക്കാണ് നമ്മുടെ മാർക്കിൽ വരുന്നത്. പക്ഷെ ഇത്തരം നിങ്ങൾ ക്ലാസ് എക്സാംസിലൂടെ എഴുതുന്നതിലൂടെ, ഓണപ്പരീക്ഷ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അളക്കാൻ പറ്റും, എവിടെയാണ് കുറവ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സാം ശരിക്കും സയൻസിലൊക്കെ പിള്ളേർ എല്ലാ എക്സാം എഴുതിയിട്ടാണ് ഫൈനൽ എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അവരുടെ വിജയ ശതമാനം 85%. കൊമേഴ്സിനേക്കാൾ കൂടുതലാണ് സയൻസിൽ. അപ്പോൾ കൊമേഴ്സിൽ വരുന്ന ആ മിസ്റ്റേക്കിൽ ഈ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട്. സോ നിങ്ങൾക്ക് നടക്കുന്ന എല്ലാ എക്സാമും, എജുപോർട്ടിന്റെ ബാച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ലൈവിന് ശേഷം എക്സാം നടത്തുന്നുണ്ടല്ലേ, ആ എക്സാം അടക്കം എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്ത് മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പോവുക. അപ്പം ഈ പറഞ്ഞ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, ഈ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ കൊമേഴ്സിൽ നല്ലൊരാളായി നിങ്ങൾ മാറാൻ പറ്റും. ഇനി ഒരു ബോണസ് മിസ്റ്റേക്ക് കൂടി പറയുക, അതായത് എല്ലാവരും ചെയ്യുന്ന കൊമേഴ്സിൽ പറ്റുന്ന ഒരു കാര്യമാണ്, കൊമേഴ്സിൽ പഠിക്കുമ്പോൾ കരിയറിനെ പറ്റി വലിയ ചിന്തയില്ല. കൊമേഴ്സ് കഴിഞ്ഞ് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ട് എന്നതിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടി നിങ്ങൾ കൊമേഴ്സ് പഠിച്ചിറങ്ങിയാൽ എവിടേക്ക് പോകണം, അത് നിങ്ങൾക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ആകാം, അല്ലെങ്കിൽ CA CMA ആകാം, ACCA ആവാം, തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ആകാം. അത് പക്ഷേ കൊമേഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക.
അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ ബേസ് അവിടെ ക്ലിയർ ആക്കാൻ പറ്റും കോമേഴ്സ് പഠിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്കും കൂടി തിരുത്തി അടിപൊളിയായിട്ട് പഠിക്കാം. എജുപോണിന്റെ സൂപ്പർ ബാച്ച് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞങ്ങളോട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഈ വീഡിയോ അടിയിൽ ഉണ്ടാവും കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.